ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ ഒരു വല്ലാത്ത ക്രൈസിസ് ഒക്കെ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. വലിയൊരു ഇടിവാണ് നമ്മൾ നേരിട്ടത്. യുഎസ് ഇറാൻ സംഘർഷങ്ങൾ വീണ്ടും തലപൊക്കും. മൺസൂൺ ദുർബലമായേക്കുമെന്ന മുന്നറിയിപ്പ് വല്ലാത്ത ഒരു ഇടിമിന്നലായിട്ട് ഇൻവെസ്റ്റേഴ്സിന്റെ എല്ലാം മനസ്സിലേക്ക് കടന്നു. വെള്ളിയാഴ്ച അവസാന മണിക്കൂറിൽ മാർക്കറ്റിൽ ഒരു പരിഭ്രാന്തി പരത്തുന്ന വലിയ രീതിയിലുള്ള വിൽപ്പന നടക്കുകയും ചെയ്തു. നിഫ്റ്റി 50 ഏകദേശം 360 പോയിന്റ് ഇടിഞ്ഞ് 23,547 ക്ലോസ് ചെയ്തത്. ഇതൊരു പേടിപ്പെടുത്തുന്ന സാഹചര്യമായിട്ട് നമുക്കൊക്കെ തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ അവസരങ്ങളുടെ ഒരു വാതിൽ തുറന്നിടുകയാണ്. മാർക്കറ്റ് ഇടിയുമ്പോൾ നല്ല ഫണ്ടമെന്റൽസ് ഉള്ള സ്റ്റോക്കുകൾ വില കുറച്ച് കിട്ടും എന്നതിനെയാണ് നമ്മൾ ബോട്ടം ഫിഷിംഗ് എന്ന് പറയുന്നത്. നിഫ്റ്റി 23,500 എന്ന നിർണായക സപ്പോർട്ടിനടുത്ത് ക്ലോസ് ചെയ്യുമ്പോൾ ഹോൾഡ് ചെയ്താൽ 24,000 എന്ന റെസിസ്റ്റൻസിലേക്ക് വീണ്ടും പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ തിങ്കളാഴ്ചത്തെ ഓപ്പണിംഗ് വളരെ നിർണായകമാണ്. ഈ സാഹചര്യത്തിൽ കണ്ണുമടച്ച് എല്ലാ സ്റ്റോക്കും വാങ്ങിക്കൂട്ടുന്നതിന് പകരം ഈ ഇടിവിലും കരുത്ത് തെളിയിച്ച സൂപ്പർ 5 സ്റ്റോക്കുകളെ നമുക്ക് കണ്ടെത്താം, ഇൻവെസ്റ്റ് ചെയ്യാം. സാധ്യതകളുള്ള കമ്പനികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് ഈ വീഡിയോ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം. എന്റെ റഡാറിലുള്ള 5 ഹൈ പ്രോബിലിറ്റി സ്റ്റോക്കുകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ്. ഇപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സ്റ്റോക്ക് IT സെക്ടറിലെ ഒരു പ്രമുഖ കമ്പനിയാണ് ടെക് മഹീന്ദ്ര. മാർക്കറ്റിലെ ഈ ഒരു അനിശ്ചിതത്വത്തിനിടയിലും IT സെക്ടർ മാത്രമാണ് കഴിഞ്ഞ ദിവസം നേരിയ തോതിൽ പിടിച്ചു നിന്നത്. ഇത് സെക്ടറിന്റെ ഒരു ഡിഫൻസീവ് സ്വഭാവം കാണിക്കുന്നു. ടെക് മഹീന്ദ്ര ആഗോളതലത്തിൽ സേവനങ്ങൾ നൽകുന്ന ഒരു പ്രമുഖ IT കമ്പനിയാണ്. ഫണ്ടമെന്റലായിട്ട് നോക്കുമ്പോൾ കമ്പനിയുടെ സമീപകാല പ്രകടനം വളരെ പോസിറ്റീവാണ്. 2026 മാർച്ചിൽ അവസാനിച്ച 4ാം പാദത്തിൽ കമ്പനിയുടെ ഏകീകൃത ലാഭം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 16% വർദ്ധിച്ച് 1,354 കോടി രൂപയായിട്ട് മാറി. വരുമാനം 13% വർദ്ധിച്ച് 15,076 കോടി രൂപയിലെത്തി. ഇതിലും പ്രധാനമായിട്ട് കമ്പനി അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഡീൽ വിജയങ്ങൾ നേടുകയും ചെയ്തു. ഇന്റലിജൻസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ഇത് ഭാവിയിലെ വളർച്ചയ്ക്ക് ഉറച്ച അടിത്തറ നൽകുന്നു. ടെക്നിക്കലായിട്ട് നോക്കുമ്പോൾ സ്റ്റോക്ക് അതിന്റെ സമീപകാലത്തെ ഇടിവിന് ശേഷം അടുത്ത സപ്പോർട്ട് ലെവലിന് സ്ഥിരത കൈവരിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ലെവലിൽ നിന്ന് ഒരു ബൗൺസ് ലഭിക്കുകയാണെങ്കിൽ സ്റ്റോക്കിന് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം മാർക്കറ്റിലെ മൊത്തത്തിലുള്ള സെന്റിമെന്റ്സ് മെച്ചപ്പെടണം എന്നുകൂടിയാണ്. ഒരു ട്രേഡ് സാധ്യതയ്ക്ക് വേണ്ടി സ്റ്റോക്ക് 1,550 നിന്ന് തിരികെ കയറുന്നതിന്റെ സൂചനകൾ കാണിക്കുമ്പോൾ, അതായത് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ഈ ഒരു ഏരിയയിൽ രൂപപ്പെടുമ്പോൾ ഒരു എൻട്രി പരിഗണിക്കാവുന്നതാണ്. ആദ്യത്തെ ടാർഗറ്റ് നമുക്ക് 1,627 എന്ന റെസിസ്റ്റൻസ് ലെവലിൽ ഫിക്സ് ചെയ്യാം. നിങ്ങളുടെ റിസ്ക് മാനേജ് ചെയ്യാൻ സപ്പോർട്ട് ലെവലായിട്ടുള്ള 1,550 തൊട്ട് താഴെയായിട്ട് ഒരു സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമുക്ക് മറ്റ് ടെക്നിക്കൽ ലെവലുകൾ അതുപോലെ തന്നെ മൂവിംഗ് ആവറേജസ് ഒക്കെ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമാകും എന്ന് തന്നെ ഞാൻ കരുതുന്നു. നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. നല്ല സാധ്യതകളുള്ള സ്റ്റോക്കാണ്. തീർച്ചയായിട്ടും നല്ല എൻട്രി ലഭിക്കാൻ തന്നെ നമുക്ക് കാത്തിരിക്കാം. അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ സ്റ്റോക്കിലേക്ക് നമുക്ക് കടക്കാം. NBFC സെക്ടറിലെ അധികായനായിട്ടുള്ള ബജാജ് ഫിനാൻസ് ആണ്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് സ്റ്റോക്ക് വളരെ വലിയ സമ്മർദ്ദത്തിലായിരുന്നു. ഈ ഇടിവ് അതിന്റെ വാല്യുവേഷൻ കൂടുതൽ ആകർഷണീയമാക്കിയിട്ടുണ്ട്. മാർക്കറ്റ് തിരികെ കയറുമ്പോൾ ഏറ്റവും വേഗത്തിൽ മുന്നോട്ട് കുതിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ബജാജ് ഫിനാൻസ്. ഫണ്ടമെന്റലി ബജാജ് ഫിനാൻസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ഫിനാൻസിംഗ് കമ്പനികളിൽ ഒന്നാണ്. അതിന്റെ വളർച്ചാ റെക്കോർഡ് വളരെ മികച്ചതാണ്. സമീപകാലത്ത് ഉയർന്ന പലിശ നിരക്കും മത്സരവും കാരണം കമ്പനി ചില്ലറ വെല്ലുവിളികളൊക്കെ നേരിട്ടിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ഇതിന്റെ ഫലമായിട്ട് സ്റ്റോക്കിന്റെ വിലയിൽ കാര്യമായ തിരുത്തൽ വരികയും ചെയ്തു. ദീർഘകാല നിക്ഷേപകർക്ക് കുറഞ്ഞ വിലയിൽ സ്റ്റോക്ക് വാങ്ങാനുള്ള ഒരു സുവർണാവസരമായിട്ട് നമുക്ക് ഇതിനെ കാണാം. കമ്പനി അതിന്റെ പ്രൊവിഷനുകൾ വർദ്ധിപ്പിക്കുകയും ബാലൻസ് ഷീറ്റ് ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഭാവിയിലെ പ്രതിസന്ധികളെ നേരിടാൻ തീർച്ചയായിട്ടും സഹായിക്കുന്ന ഒരു കാരണമായിട്ട് ഇതിനെ കാണാനും കഴിയും. ടെക്നിക്കലി സ്റ്റോക്ക് ശക്തമായിട്ടുള്ള സപ്പോർട്ട് സോണിന് അടുത്താണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഒരു റിവേഴ്സൽ പാറ്റേൺ നമുക്ക് കാണാൻ കഴിയുകയാണെങ്കിൽ സ്റ്റോക്ക് വാങ്ങാനുള്ള നല്ലൊരു സിഗ്നൽ ആയിരിക്കും. മാർക്കറ്റിലെ ഭയം കുറയുന്നു, നിഫ്റ്റി തിരികെ കയറാൻ തുടങ്ങുന്നു. ഇവയൊക്കെ ബജാജ് ഫിനാൻസ് പോലെയുള്ള ഹൈ ബീറ്റ സ്റ്റോക്കുകളിലേക്ക് പണം വേഗത്തിൽ തിരിച്ചെത്താൻ കാരണമായി. തീർച്ചയായിട്ടും ഒരു ട്രേഡ് സെറ്റപ്പിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 900 എന്ന ഈ ഒരു സപ്പോർട്ടിൽ നമുക്ക് സ്റ്റോക്ക് പിടിച്ചു നിൽക്കുന്നു എന്ന് ഉറപ്പിച്ച ശേഷം എൻട്രി എടുക്കാം. ഇവിടെ നിന്നുള്ള മുന്നേറ്റത്തിൽ ആദ്യത്തെ ടാർഗറ്റ് 975 നമുക്ക് ഫിക്സ് ചെയ്യാം. സപ്പോർട്ട് ലെവൽ തൊട്ട് താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ച് നമുക്ക് റിസ്ക് നിയന്ത്രിക്കുകയും ചെയ്യാം. ഈ ഒരു സ്റ്റോക്കിലെ ട്രേഡ് NBFC സെക്ടറിലെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചുകൊണ്ടുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും മറ്റു സാഹചര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്ന ഒരു സ്റ്റോക്കായിട്ട് ഇതിനെ നമുക്ക് കാണാനും കഴിയും. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റോക്കിലേക്ക് കിടക്കുകയാണ്. തൊട്ട് മുമ്പ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പൊ ഇനി ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് അടുത്ത നമ്മളുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളൊക്കെ കുറെ നാളുകൾ കൊണ്ട് ടാർഗറ്റ് ചെയ്ത് വാച്ച് ചെയ്തിരുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് കോൾ ഇന്ത്യ. മാർക്കറ്റ് ഇടിയുമ്പോൾ സാധാരണയായിട്ട് ഡിവിഡൻഡ് നൽകുന്ന സ്റ്റോക്കുകളിൽ ഡിമാൻഡ് കൂടാറുണ്ട്. കോൾ ഇന്ത്യ മികച്ച ഡിവിഡൻഡ് ഈൽഡ് നൽകുന്ന ഒരു സ്റ്റോക്കാണ് ഇത്. പക്ഷേ നിക്ഷേപകർക്ക് ഒരു സുരക്ഷിതത്വം നൽകുന്നു എന്ന ഒരു കാരണം കൊണ്ട് മാത്രമല്ല, പല പോസിറ്റീവ്നെസ്സും ഈ ഒരു സ്റ്റോക്കിന് നിലവിലുണ്ട് എന്ന് കൂടി പറയേണ്ടതുണ്ട്.
അതിൽ പ്രധാനമായിട്ടും ഫണ്ടമെന്റലി കോൾ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ കൽക്കരി ഉത്പാദകരാണ്. ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഊർജ്ജ ആവശ്യകതയിൽ ഈ കമ്പനിക്ക് ഒരു നിർണായക പങ്കുണ്ട്. കമ്പനിയുടെ സാമ്പത്തിക പ്രകടനം വളരെ ശക്തമാണ്. ഫിനാൻഷ്യൽ ഇയർ 26 Q4 കമ്പനിയുടെ ലാഭം 12% വർദ്ധിച്ചിട്ടുണ്ട്. ഏറ്റവും ആകർഷണീയമായ കാര്യം അതിന്റെ ഡിവിഡന്റ് ഈൽഡാണ്. നിലവിലെ വിലയിൽ ഏകദേശം 5.79%. ഇത് ബാങ്ക് FD വളരെ കൂടുതലാണ്. പവർ സെക്ടർ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് കോൾ ഇന്ത്യയുടെ പ്രകടനവും മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. ടെക്നിക്കൽ ചാർട്ടിൽ സ്റ്റോക്ക് അതിന്റെ സമീപകാലത്തെ ഉയർന്ന നിലവാരത്തിൽ നിന്ന് കുറച്ച് താഴേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോ 460 എന്ന ലെവലിൽ നല്ലൊരു സപ്പോർട്ട് എടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. ഇതൊരു ഹെൽത്തി കറക്ഷൻ ആയിട്ട് നമുക്ക് കാണാം. ഈ ഒരു ലെവലിൽ നിന്നൊരു ബൗൺസ് ലഭിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് അതിന്റെ ആ ഒരു പഴയ കുതിപ്പ് തുടരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഒരു ട്രേഡ് അവസരത്തിനായിട്ട് 460 സപ്പോർട്ടിൽ നിന്ന് സ്റ്റോക്ക് തിരികെ കയറുമ്പോൾ നല്ലൊരു എൻട്രി നമുക്കിവിടെ പരിഗണിക്കാൻ കഴിയും. അഥവാ പെട്ടെന്നൊരു വലിയ ഡ്രോപ്പ് വരികയാണെങ്കിൽ 440 അതിന് താഴേക്ക് പോകാനൊരു സാധ്യതയും ഞാനിവിടെ കാണുന്നില്ല. ആദ്യത്തെ ടാർഗറ്റ് 490 ആ ഒരു റെസിസ്റ്റൻസ് ലെവലായിരിക്കും. സ്റ്റോപ്പ് ലോസ് 460 തൊട്ട് താഴെയായിട്ട് വേണമെങ്കിൽ വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു മാർഗം ഉള്ളതെന്ന് വെച്ചാൽ 440 ഞാൻ മുമ്പ് പറഞ്ഞ ആ ഒരു സപ്പോർട്ട് ലെവൽ. അവിടെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ആവറേജിങ്ങിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒരു ആവറേജ് ചെയ്ത് അതിന്റെ താഴെയായിട്ട് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വെച്ചാലും വളരെ നല്ല ഒരു സെറ്റപ്പ് തന്നെയായിരിക്കും. സ്ഥിരമായിട്ടുള്ള വരുമാന വളർച്ചയും നല്ല പ്രോഫിറ്റും ആഗ്രഹിക്കുന്നവർക്ക് കോൾ ഇന്ത്യയെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്റ്റോക്ക് ആയിട്ട് പരിഗണിക്കാവുന്ന ഒന്നാണ്. അപ്പൊ ഇനി നമ്മുടെ നാലാമത്തെ സ്റ്റോക്ക് പവർ സെക്ടറിൽ നിന്നാണ് അദാനി പവർ. ഇന്ത്യയിൽ വേനൽ കനക്കുന്നതനുസരിച്ച് വൈദ്യുതിയുടെ ആവശ്യം കുതിച്ചു വരികയാണ്. ഈ വർദ്ധിച്ച ഡിമാൻഡിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളിൽ ഒന്നാണ് അദാനി പവർ. ഫണ്ടമെന്റൽ ആയിട്ട് നോക്കിയാൽ അദാനി പവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ താപ വൈദ്യുത നിലയമാണ്. വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളും ഡാറ്റാ സെന്ററുകളുടെയും ഇലക്ട്രിക് വാഹനങ്ങളുടെ വരവും വൈദ്യുതിയുടെ ആവശ്യകതയും ഇനിയും ഉയർത്തുകയാണ് ചെയ്യുക. കമ്പനി അതിന്റെ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കാൻ വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ദീർഘകാല വളർച്ച ഉറപ്പാക്കുന്നു. 2026 സാമ്പത്തിക വർഷത്തിൽ കമ്പനി മികച്ച വരുമാനവും ലാഭവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിക്ഷേപകരുടെ ആ ഒരു വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു പെർഫോമൻസ് വളരെ ഉതകുന്നതാണ് എന്ന് കൂടി പറയേണ്ടതുണ്ട്. ടെക്നിക്കലി സ്റ്റോക്ക് ശക്തമായിട്ടുള്ള അപ്ട്രെൻഡിലായിരുന്നു. എന്നാൽ മാർക്കറ്റിലെ പൊതുവായിട്ടുള്ള ഇടിവിൽ ഈ സ്റ്റോക്കിനും ഒരു കറക്ഷൻ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഓൾ ടൈം ഹൈക്ക് അടുത്താണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. പവർ സെക്ടറിലേക്കുള്ള പോസിറ്റീവ് സെന്റിമെന്റ്സ് കണക്കിലെടുക്കുമ്പോൾ സ്റ്റോക്ക് ഇപ്പോഴത്തെ ചെറിയ ഇടിവിൽ നിന്ന് നല്ല രീതിയിൽ തിരിച്ചു കയറാനുള്ള സാധ്യതകളുണ്ട്. ഒരു ട്രേഡ് സെറ്റപ്പ് എന്ന നിലയിൽ 245 സപ്പോർട്ടിൽ നിന്ന് നമുക്കൊരു ബൗൺസ് ബാക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അവിടെ നമുക്കൊരു എൻട്രി പരിഗണിക്കാം. ആദ്യ ടാർഗറ്റ് ആയിട്ട് 280 എന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് ഫിക്സ് ചെയ്യാം. അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് സപ്പോർട്ട് സോണിന് തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാം. തീർച്ചയായിട്ടും ഈ ഒരു ട്രേഡും ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഊർജ്ജ ആവശ്യകതയിൽ വിശ്വസിക്കുന്ന ആ ഒരു ഇൻവെസ്റ്റർക്ക് ഏറ്റവും നല്ല ഒരു സെലക്ഷൻ തന്നെയായിരിക്കും. അപ്പോ ടെക്നിക്കലി നമ്മൾ കണ്ട എല്ലാ സാഹചര്യങ്ങളും സ്റ്റോക്കിന് അനുകൂലമാണ്. മറ്റ് അനുകൂല സാഹചര്യങ്ങൾ വരുന്നതിനനുസരിച്ച് സ്റ്റോക്കിന് കൂടുതൽ ഉയർന്ന ടാർഗറ്റുകൾ കൂടി നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് ലിസ്റ്റിലെ ഏറ്റവും അവസാനത്തെ സ്റ്റോക്കാണ് റിന്യൂവബിൾ എനർജി സെക്ടറിലെ സുപരിചിതമായിട്ടുള്ള ഒരു പേരിലേക്കാണ് നമ്മൾ എത്തുന്നത്. തൊട്ട് മുമ്പ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. നമ്മുടെ അവസാനത്തെ സ്റ്റോക്ക് സുസ്ലോൺ എനർജി. ലോകം മുഴുവൻ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും റിന്യൂവബിൾ എനർജിയിലേക്ക് മാറുമ്പോൾ സുസ്ലോണിനെ പോലെയുള്ള കമ്പനികളുടെ ഭാവി വളരെ ശോഭനമാണ് എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഫണ്ടമെന്റലി ഒരു കാലത്ത് വലിയ കടക്കണിയിലായിരുന്ന കമ്പനി ശക്തമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. കമ്പനി അതിന്റെ കടം കുറയ്ക്കുകയും ഓർഡർ ബുക്ക് ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. Q4 ഫലങ്ങൾ വളരെ പോസിറ്റീവായിരുന്നു. കമ്പനിയുടെ വരുമാനം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 45% വർദ്ധിച്ചിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ഒരു ക്ലീൻ എനർജി പോളിസികൾ ഈ ഒരു സെക്ടറിന് വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത്. സുസ്ലോണിന്റെ ഓർഡർ ബുക്ക് ഇപ്പോൾ ഏകദേശം 5.9 GW ആണ്. ഇത് ഭാവിയിലെ വരുമാനത്തെ കുറിച്ചിട്ടുള്ള നല്ല സൂചന നൽകുന്ന ഒരു കണക്കായിട്ട് പറയേണ്ടതുണ്ട്. ടെക്നിക്കൽ ചാർട്ട് നോക്കിയാൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇടിവിനിടയിലും താരതമ്യേന കരുത്ത് കാണിക്കുന്നുണ്ട്. സ്റ്റോക്ക് ഇപ്പോൾ 56 ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. നല്ലൊരു സപ്പോർട്ട് ഏരിയ കൂടിയാണ്. ഈ ലെവലിൽ നിന്ന് സ്റ്റോക്ക് തിരികെ കയറുകയാണെങ്കിൽ ഇതിന്റെ ഒരു അപ്ട്രെൻഡ് പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട്. 68 എന്ന റെസിസ്റ്റൻസ് ലെവലായിരിക്കണം ആദ്യത്തെ ലക്ഷ്യം. സപ്പോർട്ട് ലെവലിന് താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് സുരക്ഷിതമാക്കുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. സുസ്ലോണിന്റെ ട്രേഡ് എന്നത് ഇന്ത്യയുടെ ഗ്രീൻ എനർജി വിപ്ലവത്തിൽ പങ്കാളിയാകാനുള്ള ഏറ്റവും വലിയ അവസരമായിട്ട് നമുക്ക് കാണേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ ഈ അടുത്ത ആഴ്ച റഡാറിലുള്ള 5 സ്റ്റോക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എടുത്തു വെച്ചത്. ഒന്ന് ടെക്നിക്കൽ മഹീന്ദ്ര, പിന്നീട് ബജാജ് ഫിനാൻസ്, കോൾ ഇന്ത്യ, അദാനി പവർ, സുസ്ലോൺ എനർജി. ഓരോന്നും ഫണ്ടമെന്റൽ കരുത്തും ഓരോ പ്രത്യേക ടെക്നിക്കൽ സാധ്യതകളും നമുക്ക് മുന്നിലേക്ക് തരികയാണ്. അപ്പോൾ ഈ സ്റ്റോക്കുകളിൽ ഏതാണ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന സ്റ്റോക്ക് ഏതാണ്? അതേസമയം ഞാൻ ശ്രദ്ധിക്കാതെ പോയ ഈ ഇടിവിലും കരുത്ത് കാണിക്കുന്ന മറ്റു കമ്പനികൾ നിങ്ങളുടെ ഐഡിയയിൽ എന്തൊക്കെയുണ്ട്? ഇവ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് അറിയിക്കാം. നിങ്ങളുടെ ചിന്തകൾ ഞാൻ ഓരോന്നും വായിക്കുകയും അതിനനുസരിച്ചുള്ള മറുപടി നിങ്ങൾക്ക് കമന്റുകളായിട്ട് തരുന്നതാണ്. ഈ അനാലിസിസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് ഓൺ ചെയ്ത്
ചെയ്ത് വെക്കുക. അപ്പൊ അടുത്ത വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയും മിസ്സാവുകയില്ല. അപ്പോ വളരെ വ്യക്തമായിട്ടുള്ള ഒരു പഠനത്തോടെ നമുക്ക് ഈ ഒരു അനാലിസിസ് നിർത്താം. ഇപ്പോഴത്തെ മാർക്കറ്റ് ഇടിവിൽ ഭയപ്പെടുന്നതിനെ കുറിച്ചല്ല, മറിച്ച് അവസരങ്ങൾ കണ്ടെത്തുന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നിഫ്റ്റിയിൽ അനിശ്ചിതത്വം നിലനിൽക്കുമ്പോഴും നമ്മൾ കണ്ടതുപോലെ ഓരോ സ്റ്റോക്കിനും അതിന്റേതായിട്ടുള്ള ഒരു കഥ പറയാനുണ്ട്. മികച്ച വരുമാനവും വ്യക്തമായിട്ടുള്ള ചാർട്ടുകളും പിന്തുണയ്ക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള കമ്പനികളെയാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഒരു കാര്യം ഓർക്കുക, ബാങ്കിങ് സ്റ്റോക്കുകളിൽ ഇപ്പോൾ വളരെ വലിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. HDFC ബാങ്ക് പോലെയുള്ള പമ്പൻ ഓഹരികൾ ഇടിയുന്നത് നിഫ്റ്റിയുടെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അതിനാൽ തന്നെ ബാങ്കിങ് സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഹൈ പ്രോബിലിറ്റി സെറ്റപ്പ് ഒരിക്കലും ഒരു ഗ്യാരണ്ടി അല്ല. മാർക്കറ്റ് എപ്പോ വേണമെങ്കിലും വളരെ അപ്രതീക്ഷിതമായിട്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ അത് കണ്ടതാണ്. നിങ്ങളുടെ ആ ഒരു സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് പാലിക്കുക, നിങ്ങളുടെ പൊസിഷൻ സൈസ് നിയന്ത്രിക്കുക, നഷ്ടപ്പെടുത്താൻ കഴിയുന്നതിലും കൂടുതൽ ഒരിക്കലും റിസ്ക് എടുക്കരുത്. ഇത് നമ്മൾ IT, NBFC, PSU, പവർ, റിന്യൂവബിൾ എനർജി തുടങ്ങിയ സെക്ടറുകൾ ചർച്ച ചെയ്തു. അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെന്നും നല്ലൊരു അറിവ് നൽകാൻ ഉപയോഗപ്പെട്ടു എന്നും ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് ഇനിയും നിങ്ങൾ മുന്നിലേക്ക് വരാം. ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് അറിയിക്കുക. പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.